റിപ്പോർട്ട് മാത്യു കുഴൽനാട് എം.എൽ.എ പുറത്തുവിട്ട മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സംഭാഷണത്തിൽ അന്വേഷണം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ശബ്ദരേഖ. ആദ്യം ശബ്ദരേഖ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. നീയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളിൽ, അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്, കാർബൺ. ഇതിന്റെ വെള്ളം തുറക്കണോ തുറക്കണ്ടേ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി MP. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. എന്നിട്ട് വെള്ളം അങ്ങോട്ട് ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖയാണ് മാത്യു കുഴൽനാടൻ അന്ന് പുറത്തുവിട്ടത്. അത് വലിയ വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ഏതാണ്ട് അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും അതിലൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അല്ലേ? അഭിനീത, അങ്ങനെ അത് വിവാദമായ ശബ്ദരേഖയാണ്. കാരണം കഴിഞ്ഞ ഏപ്രിൽ 7-നായിരുന്നു മാത്യു കുഴൽനാടൻ MLA കൃഷ്ണൻകുട്ടിയുടേതെന്ന് സൂചിപ്പിക്കുന്ന ഈ ശബ്ദരേഖ പുറത്തുവിട്ടത്. അതിൽ വൈദ്യുതി മന്ത്രിയായിരിക്കെ കൃഷ്ണൻകുട്ടി നടത്തിയ പ്രധാന വെളിപ്പെടുത്തൽ അത് പരിശോധിക്കണമെന്ന ആവശ്യമായിരുന്നു മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്. അതേസമയം കൃഷ്ണൻകുട്ടിയും അവരുടെ പാർട്ടിയും LDF അടക്കം പ്രതിരോധം തീർത്തത് അത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ല, AI ശബ്ദരേഖയാണെന്ന്. അതേസമയം മാത്യു കുഴൽനാടൻ മന്ത്രിയടക്കം വെല്ലുവിളിച്ചു. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടണം. ആ ശബ്ദരേഖ അത് AI ആണോ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് കണ്ടെത്തി തെളിയിക്കണം എന്ന ആവശ്യം മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചെങ്കിലും ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തി നൽകിയ പരാതിയിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുക. 2018 മഹാപ്രളയം, ആ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് സൂചിപ്പിക്കുന്ന മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ വിവാദ ശബ്ദരേഖയിൽ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ആ അന്വേഷണത്തിൽ അത് കൃഷ്ണൻകുട്ടിയുടേതാണ് ശബ്ദരേഖയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ അന്വേഷണം അതിനിർണായകമാണ്. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ അന്വേഷണത്തിന് വേണ്ടിവരും. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം ശേഖരിച്ച് ഈ ശബ്ദം കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് തെളിയിക്കേണ്ടി വരും. അത് അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാലാണ് വലിയ പ്രത്യാഘാതം ഉണ്ടാവുക. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്ന ആ ശബ്ദരേഖ, അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർണായകമായ തീരുമാനം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുകയാണ്. വിനീത, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ശബ്ദരേഖയുടെ ആധികാരികത കണ്ടെത്തുക എന്നതാണ് ആദ്യം വേണ്ടതല്ലേ? കാരണം ഈ പ്രളയം ഇത് AI നിർമ്മിതമാണ് എന്ന വാദം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിയമ നടപടിയുമായി മറുഭാഗത്ത് കൃഷ്ണൻകുട്ടി പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിയമ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് അറിയുന്നു. മാത്യു T. തോമസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടും അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് അല്ലേ? വിനീത, മാത്യു കുഴൽനാടൻ തന്നെയാണ് കൃഷ്ണൻകുട്ടിയോട് ഈ ശബ്ദരേഖയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. കാരണം ഈ ശബ്ദരേഖ തന്റേതല്ലെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോഴാണ് മാത്യു കുഴൽനാടൻ വെല്ലുവിളിച്ചത്. LDF പ്രതിരോധം തീർത്തതും അങ്ങനെ തന്നെയായിരുന്നു. അത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടേതല്ല ശബ്ദരേഖ എന്ന രീതിയിൽ അത് AI ശബ്ദരേഖയാണെന്ന ആരോപണം ഉൾപ്പെടെ ഉയർത്തിയതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. ഏതായാലും അത് സർക്കാരിനെ, അന്നത്തെ LDF സർക്കാരിനെ അല്ലെങ്കിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ അടക്കം സംശയമുനയിൽ നിർത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്യു തോമസ് അടക്കം അതിൽ സ്വീകരിച്ച നിലപാട് എല്ലാം ചർച്ചയാകും. ഇതിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി ഈ ശബ്ദരേഖ ശാസ്ത്രീയമായി അത് കൃഷ്ണൻകുട്ടിയുടേതാണോ എന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ശബ്ദരേഖയും കൃഷ്ണൻകുട്ടിയുടെ ശബ്ദവുമൊക്കെ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കും. ഫോറൻസിക് സയൻസ് ലാബിലെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. അത് കൃഷ്ണൻകുട്ടിയുടെ തന്നെയാണ് ശബ്ദരേഖയെങ്കിൽ പിന്നീട് കൃഷ്ണൻകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ അന്വേഷണം വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് UDF പല ഘട്ടങ്ങളിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഇത് സംബന്ധിച്ച് ശബ്ദരേഖ പുറത്തുവിട്ടത്. അങ്ങനെ മനുഷ്യനിർമ്മിതമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖ, ആ ശബ്ദരേഖയോടെ LDF പ്രധാനപ്പെട്ട ഒരു നേതാവ്, മന്ത്രി തന്നെ
ഇത് മനുഷ്യനിർമ്മിതമാണ്, 2018 മഹാപ്രളയമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നായിരുന്നു UDF നേതൃത്വം ഉന്നയിച്ച ആരോപണം. മാത്യു കുഴൽനാടൻ MLA കൊണ്ടുവന്ന ആരോപണം അത് പിന്നീട് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയെങ്കിലും UDF അത് വല്ലാതെ അത് പ്രചരിപ്പിക്കാനോ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഒരു വ്യക്തി നൽകിയ പരാതി ഗൗരവമായി എടുത്ത് അതിൽ പരിശോധനയ്ക്ക് ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് ശ്രദ്ധേയം. ശരി, ഏതായാലും ഏറെ വിവാദമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഇത്. കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിലാണ് അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും 2018 പ്രളയം മനുഷ്യ നിർമ്മിതമാണോ എന്ന് അറിയേണ്ടതുണ്ട്. നമ്മൾ മാത്യു കുഴൽനാടനെ വിളിച്ചിരുന്നു, അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ, മാത്യു ടി തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. റോഷിപ്പാനാണ് വിശദാംശങ്ങൾ നൽകിയത്.